സത്യസന്ധവും നീതിപൂർവമായ ഇലക്ഷൻ അല്ലേ? ഇതുപോലത്തെ ഒരു അബദ്ധ പഞ്ചാംഗം പോലുള്ള ഒരു വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചിട്ട് ഇനി അത് എടുക്കാൻ ബൾക്കായിട്ടുള്ള വോട്ടുകൾ മാറ്റം ചെയ്തേക്കാണ്. എന്തോരം വോട്ടർ പട്ടിക പഠിച്ചാൽ മാത്രമാണ് ഈ വോട്ടർ പട്ടിക ശുദ്ധീകരിക്കാൻ പറ്റുള്ളൂ. അതിനുള്ള സമയം പോലും കൊടുക്കാതെ മനഃപൂർവ്വമായിട്ട് ഈ ക്രമക്കേടുകൾ പരിഹരിക്കപ്പെടാതിരിക്കാനുള്ള മാർഗമാണ് അവർ ആരാഞ്ഞേക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ CPM നേതൃത്വത്തിന്റെ ഇച്ഛാശക്തിക്ക് അനുസരിച്ചിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്ന് പറയുന്നതിൽ ഞങ്ങൾക്ക് ദുഃഖമുണ്ട്. അങ്ങനെ ചെയ്യാൻ പാടില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നീതിപൂർവമായിട്ടല്ല ഈ തെരഞ്ഞെടുപ്പ് നടത്തേണ്ടതെന്ന് പറയാൻ പറ്റും. ഞാൻ വേറൊരു കാര്യം കൂടി പരാതി പറഞ്ഞു. ജനറൽ ഇലക്ഷനിലും പാർലമെന്റിലേക്കും അസംബ്ലി ഇലക്ഷനിലും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 1100 വോട്ടായി നിജപ്പെടുത്തി ഒരു ബൂത്തിൽ, ഒരു പോളിംഗ് ബൂത്തിൽ. അതായത് അത്രയും പേർക്ക് വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ എത്രയാ? ഇവിടെ റൂറൽ ഏരിയയിൽ 1300 വോട്ടാണ്. പാർലമെന്റ് ഇലക്ഷനും അസംബ്ലി ഇലക്ഷനും ഓരോ വോട്ട് ചെയ്താൽ മതി, പോരെ? ഇവിടെ റൂറൽ ഏരിയയിൽ 3 വോട്ട് ചെയ്യണം. ഒരാൾ 3 വോട്ട് ചെയ്യാൻ പ്രായമായ ഒരാൾ, ഒരു 70 വയസ്സ് കഴിഞ്ഞ ഒരാൾ അല്ലെങ്കിൽ 80 വയസ്സ് കഴിഞ്ഞ ഒരാൾ വരുമ്പോൾ വോട്ട് ചെയ്യാൻ എത്ര സമയം എടുക്കും ഈ 3 വോട്ട് ചെയ്യാൻ? ഒരു മോക്ക് ഡ്രില്ല് നടത്തി അത് പരിശോധിച്ചാൽ ഈ 1300 പേർക്ക് 3 വോട്ട് വെച്ച് ചെയ്യാൻ പറ്റുമോ? ഒരു വോട്ട് മാത്രം ചെയ്യേണ്ട പാർലമെന്റ് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഇലക്ഷൻ കമ്മീഷൻ 1100 ചുരുക്കി. ഇവിടെ 1300 വർദ്ധിപ്പിച്ചു. അപ്പൊ പോളിംഗ് ബൂത്തുകൾ കുറച്ചു. പോളിംഗ് ബൂത്തിന് കഴിഞ്ഞ പ്രാവശ്യം നമുക്കറിയാം കോവിഡ് ആയിരുന്നു. ധാരാളം പോളിംഗ് ബൂത്തുകൾ ഉണ്ടായിരുന്നു. ആ പോളിംഗ് ബൂത്തിന് ആവശ്യമായ ജീവനക്കാരുണ്ടായിരുന്നു, അതിലുള്ള വോട്ടിംഗ് മെഷീൻ ഉണ്ടായിരുന്നു, എല്ലാ സംവിധാനവും കയ്യിലുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ. അപ്പൊ ഇവര് മനഃപൂർവ്വമായിട്ട് ഇത് വൈകിപ്പിച്ച് രാത്രി 10 മണിയായാലും പോളിംഗ് തീരില്ല. വളരെ ഡെലിബറേറ്റ് ആയിട്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്നത്. ഞങ്ങൾ അതിനെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് മാറ്റാൻ തയ്യാറായില്ലെങ്കിൽ നിയമപരമായി അതിനെ നേരിടും എന്നുള്ളൊരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. രണ്ടാമതൊരു കാര്യം പറയാനുള്ളത്, ഈ കുറെ സമരമായിരുന്നു യൂണിവേഴ്സിറ്റികളിലെല്ലാം, ഭയങ്കര ബഹളമായിരുന്നു. CPM നേതൃത്വം എല്ലാവരും പറഞ്ഞത് അത് വർഗീയതയ്ക്കെതിരായിട്ടുള്ള പോരാട്ടമാണ്. ഈ വർഗീയതയ്ക്കെതിരായിട്ടുള്ള പോരാട്ടം എങ്ങനെയാണ് ഒരു സുപ്രഭാതത്തിൽ ആരും അറിയാതെ പെട്ടെന്ന് അവസാനിപ്പിച്ചത്? വർഗീയതയ്ക്കെതിരായിട്ടുള്ള പോരാട്ടം CPM SFI ഒക്കെ അവസാനിപ്പിച്ചോ? ഇതെങ്ങനെയാണ് ഈ രാത്രിക്ക് രാത്രി സെറ്റിൽമെന്റ് ഉണ്ടാകുന്നത്? ഞങ്ങൾ നേരത്തെ പറഞ്ഞതാണ് ഇതെപ്പോഴും സെറ്റിൽമെന്റ് ആണെന്ന്. ഗവൺമെന്റ് എപ്പോഴെല്ലാം പ്രതിസന്ധിയിലാവും അപ്പോൾ ഒരു ഗവർണർ ഒരു പ്രശ്നം ഉണ്ടാക്കും. പിന്നെ ഈ വിഷയത്തിൽ നിന്ന് ശ്രദ്ധയിരിക്കാൻ വേണ്ടിയിട്ട് കുറെ സമരവും ബഹളമൊക്കെ നടക്കും. പിന്നെ കൂടിക്കാഴ്ചയായി, മധുരപലഹാര വിതരണമായി, സെറ്റിൽമെന്റായി. ഇരുട്ടിന്റെ മറവിലാണ് CPM-ഉം BJP-യും തമ്മിൽ കേരളത്തിൽ സെറ്റിൽമെന്റ് ഉണ്ടാകുന്നത്. അതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഒരു രാത്രി ഇരുണ്ട് വെളുത്തപ്പോ പോരാട്ടമൊക്കെ അവസാനിച്ചു. ഇപ്പൊ ഒന്നുമില്ല, ഒരു കുഴപ്പമില്ല, എല്ലാം ഓക്കെയാണെന്നാണ് പറയുന്നത്. ഇത് തമാശയാണ് ഈ നാടകം. എത്ര പ്രാവശ്യമായത് കേരളത്തിൽ അരി മുഹമ്മദ് ഖാൻ ഉള്ളപ്പോൾ തൊട്ട് നടക്കുന്ന ഈ നാടകം വീണ്ടും പുതിയ ഗവർണറും വന്നിട്ടും കേരളത്തിൽ ആവർത്തിക്കപ്പെടുന്ന ഒരു തമാശയായി കേരളത്തിലെ ജനങ്ങൾ അത് മനസ്സിലാക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. വേറൊന്നും അതുമാത്രം ഡീലിമിറ്റേഷന്റെ കാര്യത്തിൽ ഞാനത് പറഞ്ഞില്ല എന്നുള്ളത് ചോദിച്ചത് നന്നായി. ഞാനത് വിട്ടു. ഹൈക്കോടതിയുടെ നിർദ്ദേശം പോലും ലംഘിച്ചുകൊണ്ടാണ്. ഹൈക്കോടതിയുടെ നിർദ്ദേശമുണ്ട്, അൺഓതറൈസ്ഡ് ആയിട്ടുള്ള വീടുകൾ കൂടി ചേർക്കണം. പിന്നെ ഫ്ളാറ്റ്, ആളൊഴിഞ്ഞ ഫ്ളാറ്റുകളൊക്കെ ഈ ജനസംഖ്യ കണക്കാക്കുമ്പോൾ കണക്കാക്കരുത്. ഇവർക്ക് തോന്നിയ പോലെയാണ് ചെയ്തിരിക്കുന്നത്. പിക്ക് ആൻഡ് ചൂസ് ചെയ്ത് വോട്ട് വേറെ ഡിവിഷനിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ചില ഏരിയ കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. ഒരു ഷേപ്പും ഇല്ലാത്ത രീതിയിൽ കട്ട് ചെയ്തെടുത്തേക്കാണ്. പുഴ അതിർത്തിയാണെങ്കിൽ പുഴയുടെ ഇപ്പുറത്തുനിന്ന് കുറച്ച് വോട്ട്, അപ്പുറത്തുനിന്ന് കുറച്ച് വോട്ട് എടുത്തിരിക്കുക. ഇവരുടെ സൗകര്യത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുകയാണ്. അതിനെല്ലാം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂട്ടുനിന്നിരിക്കുകയാണ്. ഡീലിമിറ്റേഷൻ കമ്മീഷൻ പരാതികൾ കൊടുക്കാൻ പോയപ്പോൾ ആ പരാതികൾ ഗൗരവമായി സ്വീകരിച്ചിട്ടേ ഇല്ല. അവർക്ക് ഇഷ്ടമുള്ള പോലെ, അവർ തോന്നിയതുപോലെ തന്നെ ഈ പരാതികൾ സ്വീകരിച്ചു എന്ന് വരുത്തി വാങ്ങിച്ചു വെച്ചിട്ട് പരാതികൾ പരിശോധിക്കാതെ തീരുമാനമെടുത്തിരിക്കുകയാണ്. വ്യാപകമായ ക്രമക്കേടുകളാണ് നടന്നിരിക്കുന്നത്.
അങ്ങനെയെങ്കിലും ജയിക്കാൻ പറ്റുമെന്ന് നോക്കുവാണ്. ജയിക്കില്ലെന്നറിയാം, എന്നാലെങ്കിലും ജയിക്കാൻ പറ്റുമെന്ന് നോക്കുകയാണ്. പക്ഷെ ഇപ്പൊ ബീഹാറിലെ വോട്ടർ പട്ടിക അട്ടിമറിച്ചതിനെതിരായിട്ട് എല്ലാവരും ചേർന്ന് ഇലക്ഷൻ കമ്മീഷനെതിരായിട്ട് ഡൽഹിയിൽ സമരം നടക്കുകയാണ്. ഇവിടെ അത് വേണ്ടി വരും. ഇവിടെ അത് നടക്കണത് ഇവിടുത്തെ ലോക്കൽ കേരള തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അവര് തോന്നിയതുപോലെ CPM-ഉമായിട്ടുള്ള ബന്ധമുള്ള ഉദ്യോഗസ്ഥന്മാരെല്ലാവരും ചേർന്ന് തോന്നിയതുപോലെ ചെയ്തിരിക്കുകയാണ്. എല്ലായിടത്തും ഇലക്ഷൻ അട്ടിമറിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തിയിരിക്കുന്നത്. ഏത് കാര്യത്തിൽ വേണമെങ്കിലും ഞാൻ ഈ പറഞ്ഞതിന് തെളിവുകൾ ഹാജരാക്കുക. വിവിധ ജില്ലകളിൽ നിന്ന് വിവിധ വി ഡി സതീശൻ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നു. വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് ഗുരുതര ആരോപണങ്ങളാണ് അദ്ദേഹം ഇപ്പോൾ ഉന്നയിക്കുന്നത്.